माइक ऑन जी जरा। യെസ്. അപ്പൊ ഒന്നാമത്തെ മാറ്റം സംഭവിച്ചത് ദാവീദിന് നിരാശകൾ മാറി എന്നുള്ളതാണ്. और पहला जो परिवर्तन हुआ तो उसका जीवन में जो निराशा था वो समाप्त हो गया है। ക്രിസ്ത്യ ജീവിതത്തിൽ സന്തോഷം മാത്രമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. और जीवन में जो खुशियां जो हम अनुभव करते हैं उसके बारे में बताया जाता है। എന്നാൽ എപ്പോഴും സങ്കടമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. और हर वक्त जो दुख है वो भी नहीं है। സങ്കടം വരുമ്പം അല്ലെങ്കിൽ നിരാശകൾ വരുമ്പം തകർന്നു പോകാതെയും और സമൃദ്ധി जो വരുമ്പം നിഗളിച്ചു പോകാതെയും ഉള്ളൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. और जो निराशा का समय में हम आशा की ओर जाना है, और जब दुख के समय और खुशी में परिवर्तन करना, वही है मसीह परिवार का एक जीवन का अनुभव। ദൈവത്തെ ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ നിരാശകൾ ഉണ്ടായിട്ടുണ്ട്. और जो भी परमेश्वर को जो देखा उन सभी का जीवन में निराशा तो होता था। അതുപോലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. और ऐसे जो कई प्रकार के जो समस्या के अधीन में हम जा चुका है, പക്ഷെ എല്ലാ കാലത്തും ദുഃഖിക്കാൻ ദൈവം അനുവദിച്ചില്ല. लेकिन हमेशा दुख होने के लिए परमेश्वर ने मौका नहीं बनाया। വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ ദുഃഖങ്ങളെ നൃത്തമാക്കി മാറ്റാൻ, നമ്മുടെ വിലാപങ്ങളെ സന്തോഷമാക്കി മാറ്റാൻ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. और विश्वास करेगा तो जो अपने निंदा को आनंद में परिवर्तन करने के, नृत्य में परिवर्तन करने के लिए हमारे प्रभु चाहते हैं। പൗലോസ് പറയാ, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. और संत पौलुस कहते हैं हम प्रभु में हमेशा आनंदित हो। ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. और जो फिलिपियों का पत्री में इसी प्रकार से लिखा हुआ है। ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാ എഴുതുന്നത്. और जो फिलिपियों के जो पत्र लिख रहे थे उस वक्त जो पौलुस जो कारागृह में था, കാലാമത്തിലിട്ട് പൂട്ടി, കൈകൾ ചെങ്ങലയിൽ ബന്ധിച്ചു, കാരാഗ്രഹത്തിൽ 4 പടയാളികളുടെ നടുവിൽ യാതൊരു സാധ്യതകളും ഇല്ലാതെ ഒരു തുള്ളി പ്രകാശം പോലും അകത്തോട്ട് കിടക്കാത്ത ഇരുണ്ടറയ്ക്കകത്ത് കിടന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. और जब पौलुस की जो अवस्था हुई, यदि देखा जाए उसका हाथ भी बंधा हुआ, उसका पैर भी बंधा हुआ है, और अंधकार के कमरे में बैठा हुआ है, और उस परिस्थिति और उसके चारों तरफ जो रुकाली करने के लिए जो सैनिक लोग रहते हैं, लेकिन उसी वक्त भी पौलुस कहते हैं हम सदा परमेश्वर पर आनंदित हो। സാഹചര്യം നോക്കിയാൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല. और अगर अपने मौका देखे तो अपन आनंदित नहीं हो पाते हैं। എന്റെ പ്രശ്നങ്ങൾ നോക്കിയാൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. और मेरे प्रश्न को अगर देखा जाए हम कुछ नहीं हो पाएंगे। പക്ഷെ പൗലോസ് പറയുക, എന്റെ കർത്താവിലേക്ക് നോക്കിയാൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയും. और पौलुस कहते हैं यदि प्रभु में यदि हम देखा जाएगा तो हम जरूर हम खुश हो सकते हैं। കർത്താവിലേക്ക് ആരൊക്കെ നോക്കി അവർക്കൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. और ऐसे जो देखा बहुत सारे समस्या भी आया था। അടുത്തൊരു വ്യക്തിയെ കുറിച്ച് പറയാം. और दूसरे एक व्यक्ति के बारे में बताना चाहता हूँ। പറയാൻ ഇച്ചിരി പ്രാഗൽഭ്യം കുറവാണെങ്കിലും ഈ പ്രസംഗത്തിൽ വന്ന സ്ഥിതിക്ക് അത് പറയാം. और जो बोलने के लिए जो प्रागल्भ्य नहीं है तो भी मैं इस वजन में आने के कारण से मैं बताना चाहता हूँ। ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട്, ഇയ്യോബ്. बाइबल परिचय करने वाला एक व्यक्ति था अय्यूब। 7000 ആട് ഒറ്റയടിക്ക് ചത്തുപോയി. और एक ही समय में 7000 से अधिक जो भेड़ उनको नष्ट हो चुका है। എന്റെ വീട്ടിൽ ഒരു ആടുണ്ടായിരുന്നു. और पास्टर के घर पे भी एक बकरी था। എന്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആടിനെ. और उसके मम्मी को बहुत पसंद था वो। എല്ലാ ദിവസവും അതിനെ എടുക്കും, കൊഞ്ചിക്കും. ഭയങ്കര 4 പ്രസവം വരെ എടുത്തു ആടിന്റെ. और उससे इतना प्यार से इतना लाड प्यार करता था, लेकिन उसके जो 4 प्रकार से जो उनके जो प्रसूति उन्होंने संभाला है। മാളു എന്നാ പേര്. അതിനൊരു അസുഖം വന്നു. और उसका नाम मालू था, लेकिन उसका एक बीमार हुआ था। ഡോക്ടർ പറഞ്ഞു ചത്തുപോകും, പ്രായമായി. डॉक्टर ने कहा वो तो बुढ़ा हो गया, अभी तो मर जाएगा वो। അസുഖം വന്ന് ഇതിന് അനങ്ങാൻ പോലും പറ്റാതെയായി. और जो बीमार होने के कारण से वो हिल नहीं पाता है, और उस परिस्थिति आ गया उनके सामने। എല്ലാ ദിവസവും അമ്മ രാവിലെ മടിയിൽ വെക്കുന്നു, കൊഞ്ചിക്കുന്നു, മാളൂന്ന് വിളിക്കുമ്പോ അടുമേന്ന് വിളിക്കും. ഭയങ്കര സ്നേഹ. और उसी प्रकार से जो उनका मम्मी तो उसको इतना लाड प्यार करते हैं, उसको जो मालू कहते हैं मैं आवाज करके वो सामने आ जाते हैं। ആട് ചത്തു, അമ്മ അലറിക്കരഞ്ഞു. और जो उस बकरी जो मर गई उस वक्त बहुत चिल्ला चिल्ला कर रोया है। ഞാൻ അതിനെ കൊണ്ട് കുഴിച്ചിട്ടു.
और मैं उसको ले जाके जो गड्ढा बनाया उसमें डाल दिए। ഞാൻ തിരിച്ച് വീട്ടിൽ കയറി വന്നു, അമ്മയെ കാണുന്നില്ല. और मैं वापस आया तो मम्मी दिखाई नहीं दे रहे। അമ്മ കരഞ്ഞോണ്ട് ആ കുഴിയിൽ ആ കുഴിമാടത്തിന്റെ സൈഡിൽ പോയി ഇരിക്കുക ഇപ്പോഴും. और मम्मी जो रोते हुए उस कब्र के सामने जाकर बैठे देखा है। സാധാരണക്കാരന് ഒരാട് ചത്തപ്പം അത്രയും വേദനയാണെങ്കിൽ 7000 എണ്ണം ഒറ്റയടിക്ക് ചത്തവന്റെ വേദന എത്ര അധികമായിരിക്കും. और एक बकरी जो नष्ट हो गया, जो खत्म हो गया, उस वक्त जो दुख हुआ, लेकिन 7,000 बकरी जो इस प्रकार से जो नष्ट हो गया, और उसके हाथ उसका जीवन में कैसा दुख होगा। ആടും ഒട്ടകവും തനിക്കുള്ള സകല സകല വസ്തുക്കളും ഇല്ലാതെയായി തീർന്നു. और उसके बकरी है और उसका ऊंट है और अन्य सभी जो संपत्ति हो, सब कुछ उसको नष्ट हो चुका है। സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, നീ മരിക്കുന്നതാണ് നല്ലത്, കാണാൻ വയ്യ ഇത്. और उसके पत्नी ने भी यही कहा, अभी मुझे देख नहीं पाता है, तू मरा और अच्छा है। ഇനി ആടും കാളയും ഒട്ടകവും ഒക്കെ പോട്ടെ, अभी जो गाय या बकरी है और भेड़ है और सॉरी जो उसका गाय ऊंट है, ये सब कुछ ठीक है। നമ്മുടെയൊക്കെ കുഞ്ഞ് സ്കൂള് വിട്ട് 5 മിനിറ്റ് വരാൻ വൈകിയാൽ നമ്മുടെ ചങ്ക് പെടയും. और अपने बच्चे लोग अगर 5 मिनट भी लेट स्कूल से आने लग गया तो अपना छाती में दर्द होना शुरू हो जाता है। എന്റെ കുഞ്ഞ് കഴിഞ്ഞ മാസത്തില് ഒരിക്കല് മുഖം ഇടിച്ച് വീണിട്ട് വായിക്കൂടെ ഒക്കെ ചോര വന്നു. 1.5 വയസ്സ് പ്രായമുള്ളൂ. और 1.5 साल के जो बच्चे हैं और जो गिर गया और उसका जो पूरे मुंह में और जो ब्लड दिखाई दिया, खून दिखाई दिया। നമ്മള് പാസ്റ്റർമാരുടെ അവസ്ഥ അറിയാലോ, എപ്പോഴും കയ്യിൽ കാശുണ്ടാകണം നിർബന്ധമില്ല. और जो पास्टर लोगों के बारे में आपको मालूम है, हर वक्त पास्टर के हाथ में पैसा होना जरूरी नहीं है। ചങ്ക് പെടഞ്ഞു പോയി. और जो छाती में इतना दर्द हुआ है, ഒരു ആ ഒരു നിമിഷത്തേക്ക് വല്ലാതെ വേദനിച്ചു പോയി. और एक पल के लिए मुझे बहुत दर्द हुआ है। നമ്മുടെ കുഞ്ഞ് ഒരു ചോര പൊടിഞ്ഞപ്പോ അത്രയും നമ്മൾ വേദനിച്ചെങ്കിൽ और अपने बच्चे अगर थोड़ा सा जो खून देखते हुए हम इतना घबरा गए तो 10 കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്നവന്റെ വേദന എത്ര അധികമായിരിക്കും. और 10 बच्चे जो मरा हुआ अवस्था में देखा, उस व्यक्ति का दर्द कितना ज्यादा होगा। എന്നിട്ടും ഈ മനുഷ്യൻ കരഞ്ഞില്ല എന്നുള്ളതാണ്. और उसके बावजूद भी उसने रोया नहीं है। എന്തുകൊണ്ടാ കരയാത്തെ? और क्यों रोया नहीं है? എന്താ നിരാശപ്പെട്ടിരിക്കാത്തെ? और उसका निराशा क्यों नहीं था? ഇയ്യോബ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി തന്നെ കാത്തിരിക്കും. और अय्यूब इस प्रकार से एक बात कहता है, अगर मुझे परमेश्वर जो मारेगा तो भी मैं उसी के लिए जागते रहूंगा। എന്നിൽ നിന്ന് നഷ്ടമായി പോയ എല്ലാത്തിനെയും ഇരട്ടിയായി തരാൻ ഒരിക്കൽ എന്റെ കർത്താവിന് കഴിയുമെന്ന ബോധ്യം ഇയ്യോബിന് ഉണ്ടായിരുന്നു. और अय्यूब का जीवन में एक आशा था, मुझे नष्ट हो गया उससे दुगुना मेरे सर्वशक्तिमान परमेश्वर मुझे देगा, वो विश्वास के साथ रहा। ക്രിസ്തീയ ജീവിതം എല്ലായ്പ്പോഴും സമൃദ്ധിയുടേതാവണം നിർബന്ധമൊന്നുമില്ല. और मसीह जीवन हर वक्त जो समृद्ध का अवस्था नहीं हो सकता है। സങ്കടങ്ങളും നിരാശകളും പരാതികളും പരിഭവങ്ങളും ഒത്തിരി 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 ഉണ്ടായേക്കാം. और संकट और पराजय और जो दीनता और सब कुछ अपने जीवन में हो सकता है। തിരമാലകൾ പടകിന് നേരെ ആഞ്ഞടിച്ചേക്കാം. और जो बाढ़ में हो सकता है, अपने जो जहाज के ऊपर जो टकरा सकते हैं, പക്ഷെ നിന്റെ പടക് മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. लेकिन अपने जो जहाज डूबना परमेश्वर नहीं चाहते। ഒന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ നിരാശകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഇതിനെ ഓവർകം ചെയ്യുന്ന ഒരു മഹാസന്തോഷം എന്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ മഹത്വം. और अपने जीवन में निराशा है तो है, लेकिन अपने पराजय है तो है, लेकिन जो मसीह जीवन में उसे जीतना और उसे जो पार करने का एक अनुभव हमारे जीवन में होना चाहिए। അതാ പൗലോസ് പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നു. और इसीलिए पौलुस कहते हैं, जो महिमा का जो परमेश्वर हमारे दिल के अंदर वास करते हैं। രോഗം വന്നാലും മരണം വന്നാലും പ്രതിസന്ധി വന്നാലും കടഭാരം വന്നാലും ആ കർത്താവ് ഉള്ളിലുള്ളവന് ഒരു പ്രത്യാശ ഉണ്ടായിരിക്കും. ഐ വിൽ ഓവർകം ദിസ് വൺ.
और रोग हो या निराशा या कोई जीवन में किसी भी प्रकार का पराजय हो, लेकिन यदि प्रभु हमारे जीवन में है तो हमारे जीवन में एक खुशहाल होगा। ദൈവത്തിന്റെ പെട്ടകത്തിനായി സ്ഥലം ഒരുക്കിയവന്റെ ജീവിതത്തിൽ വന്ന ഒന്നാമത്തെ മാറ്റം അവന്റെ നിരാശകൾ മറന്ന് അവൻ കർത്താവിൽ സന്തോഷിച്ചു എന്നുള്ളതാണ്. और सबसे पहली बात ये जो इस संदूक के लिए जो जगह तैयार किया, और उस वक्त उसने जो और भवन में जिस प्रकार से उसको रखने का जो व्यवस्था बनाया और उनके जीवन का सारे निराशा को सर्वशक्तिमान परमेश्वर दूर किया है। രണ്ടാമത്തെ കാര്യം दूसरी बात, 17 അധ്യായം 17 വാക്യം. और उसका 17वां अध्याय का 17वां वाक्य। ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലേക്കുള്ള മനുഷ്യന്റെ അവസ്ഥ ഒത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അടുത്തൊരു തിരിച്ചറിവ് ദാവീദിന് കിട്ടുകയാണ്. ശ്രേഷ്ഠ മനുഷ്യന്റെ പദവിക്കൊത്തവണ്ണം ദൈവം എന്നെ ആദരിച്ചു എന്നുള്ളതാണ്. और उसमें जो अपन देख सकते हैं, उसमें जो श्रेष्ठ अवस्था में जो परमेश्वर ने और उसके जीवन में और उस श्रेष्ठ पद देकर उन्हें अनुग्रह किया, हम देख सकते हैं, और उन्हें He was आदर saying किया। from the depth of his heart, അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കർത്താവിനെ ആദരിച്ചു എന്നുള്ളത്. और ये जो वचन है जो परमेश्वर के दास के हृदय के अंदर से आए हुआ जो बात है, उस बात को हमने अभी देखा है। When we look, നമ്മൾ പുറകോട്ട് നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇവിടെ ഒന്നും നമ്മൾ എത്തേണ്ടതല്ലായിരുന്നു, ഇവിടെ ഒന്നും എത്തുകയില്ലായിരുന്നു. നമ്മളെ കർത്താവ് ആദരിച്ചത് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. आज यदि हम देखा जाए अपने बीते हुए अवस्था को देखो, बीते हुए परिस्थिति को देखो, लेकिन परमपिता परमेश्वर को उपस्थिति में आने के बाद हमारे जीवन में कितना बदलाव आया और कितना परिवर्तन आया, हम देख सकते हैं। ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവാണ് ദാവീദ്. और इस्राएल लोगों का जो दूसरा राजा था दाऊद, ശൗലിന്റെ കിങ്ഷിപ്പ് ദൈവത്തിന് ഇഷ്ടമില്ലാണ്ടായി. और जो शाऊल का जो कार्य है और परमपिता परमेश्वर को ना पसंद आया, ഒരു പുതിയ രാജാവിനെ നിയമിക്കാൻ ദൈവം തീരുമാനിച്ചു. और परमपिता परमेश्वर ने एक नया राजा को नियुक्त करने का योजना बनाया। ശമൂവേലിനെ തൈലക്കൊമ്പുമായിട്ട് ദൈവം ഇശായിയുടെ വീട്ടിലേക്ക് അയച്ചു. और शमूएल को जो तेल के जो कंबा लेकर उसके जो दाऊद का नगर में भेज दिया। ശമൂവേൽ ഇശായിയുടെ വീട്ടിലെത്തി. और शमूएल ईसाई के परिवार में आया വാതിൽ മുട്ടി. और दरवाजा खटखटाया। ഇശായി പുറത്തു വന്നു. ईसाई जो बाहर आया, ശമൂവേൽ പറഞ്ഞു, നിങ്ങളുടെ മക്കളിൽ ഒരുവനെ ഇസ്രായേലിന് രാജാവായിട്ട് തിരഞ്ഞെടുക്കാൻ പോവുക. और शाऊल कहते हैं आपके परिवार में से, आपके बच्चों में से एक को जो इस्राएल का राजा बनाने का जो योग्यता परमेश्वर ने देखा है। അയ്യോ, എന്നാ സന്തോഷമായിരിക്കും. നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് പ്രസിഡന്റിന് എന്നാ വിലയാ. और हम देखा है जो अपने वहाँ जो उसके जो अमृत को है और उसको सबसे ज्यादा महंगा होता है केरल നമ്മുടെ राज्य में। പിള്ളേര് പറയുന്ന പോലെ മനസ്സിൽ 10-15 ലഡു ഒന്നിച്ച് പൊട്ടിക്കാണ് वो ഇശായിയുടെ. नहीं है पास्टर, हमारे गांव में हाँ। वार्ड पार्षद को बहुत मूल्य है ना, वार्ड पार्षद, अच्छा अच्छा, पंचायत हाँ प्रेसिडेंट, बोलिए। वार्ड पार्षद। അപ്പൊ ഭയങ്കര സന്തോഷമായി കാണും ഇശായിക്ക്, മക്കളിൽ फिर ഒരുവനെ ईसाई को രാജാവായി बहुत തിരഞ്ഞെടുക്കാൻ. ज्यादा खुश हुआ है। മൂത്ത മോനെ വിളിച്ചു. സാധാരണ മൂത്ത മോനെയാണല്ലോ രാജാവായി അല്ലെങ്കിൽ തലമുറ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു വരേണ്ടത് മൂത്ത മോനാണല്ലോ. और जो सबसे बड़ा बेटा को बुलाया, क्योंकि जो वंश का जो परंपरा को अपन बदलने का जो कार्य जो बड़ा बेटा को होता है। ഈ പ്രവാചകൻ പോലും വിചാരിച്ചു ഈ മൂത്ത മോനായിരിക്കും രാജാവ്. लेकिन ये भविष्यवक्ता ने भी सोचा यही होगा राजा। ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതാണ് നീ അരുളി ചെയ്ത അടുത്ത രാജാവ്. और उसने परमेश्वर से कहा, ये परमेश्वर आपने नियुक्त किया राजा यही है। ദൈവം പറഞ്ഞു, ഞാൻ ഇവനെ തെരഞ്ഞെടുത്തിട്ടില്ല. और परमपिता परमेश्वर कहते हैं मैंने उसको तैयार नहीं किया। മനുഷ്യൻ കണ്ണാലുള്ളത് കാണുമ്പം ദൈവം ഹൃദയത്തെ നോക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ കാണാം.
और मनुष्य जो आंखों से जो देखता है, लेकिन सर्वशक्तिमान परमेश्वर दिल को पहचान कर देखते हैं। ഞാൻ ദൈവാത്മാവിന്റെ സഹായത്തോടെ ഒരു ദൂതായി പറയട്ടെ, നിന്നെ ആരും ഹൃദയത്തെ അറിയുന്നില്ലെങ്കിലും, ഹൃദയത്തെ കാണുന്നില്ലെങ്കിലും, ആരും മനസ്സിലാക്കാനില്ലെങ്കിലും, ആരും കരം പിടിക്കാനില്ലെങ്കിലും, ആരും അവസരം തരാനില്ലെങ്കിലും, ഒരു കാര്യം ഞാൻ പറയട്ടെ, മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. लेकिन मैं आज इस दिन में आपको जो एक भविष्यवाणी के द्वारा जो मैं कहना चाहता हूं, आज चाहे बाहर कुछ भी हो, बाहर का कोई भी परिस्थिति हो, और उससे भी बढ़कर सर्वशक्तिमान परमेश्वर अपने दिल के अनुभव को जानकर और अनुग्रह करना चाहते हैं। 7 മക്കൾ നിരന്നു നിന്നിട്ടും, രദ്ദായി, കിദ്ദായി, മത്തായി മത്തായി എന്നൊക്കെ പറഞ്ഞ് 7 മക്കൾ നിരന്നു നിന്നിട്ടും ദൈവം പറയാ, ഞാൻ ഇവരെ ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല. और जो 7 बेटे उनके पास में जो खड़ा हुआ और एक एक को नाम लिया, लेकिन परमपिता परमेश्वर का तो मैं इन लोगों से किसी को भी नियुक्त नहीं किया है। നിനക്കൊരു വഴി തുറക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഏത് കാരാഗ്രഹത്തിനകത്താണെങ്കിലും, ഏത് കാടിനകത്താണെങ്കിലും, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, ആരും നിന്നെ കാണുന്നില്ലെങ്കിലും, അഭിഷേക തൈലം നിന്റെ തലയിൽ തന്നെ വീഴ്ത്താൻ ദൈവത്തിന് നിയോഗം ഉണ്ടെങ്കിൽ നിന്റെ അരികിലേക്ക് തന്നെ അത് വന്നെത്തും. और यदि किसी भी प्रकार से अगर परमपिता परमेश्वर की योजना है, जो जो तेल है जो अपना सिर पे लगाना हो, तो परमेश्वर का अवस्था, चाहे अपन किसी भी अंधकार की अवस्था में हो, जो छुपा हुआ अवस्था में हो, परमपिता परमेश्वर का योजना है तो निश्चय है अपने सिर पर ही उस तेल मसल देगा। ശമൂവേല് ചോദിക്കുക, ഇനി ആരേലും ഉണ്ടോന്ന്. और शमूएल ने पूछा है, और कोई है क्या? അപ്പോഴാണ് അപ്പം പോലും ഓർക്കുന്ന, അയ്യോടെ എനിക്ക് ഒരു മോനും കൂടി ഉണ്ടല്ലോ. और उसने जो है, मेरे 8वें एक और बच्चे हैं, पिता ने सोचा है। എന്തൊരു നാണം കെട്ട അവസ്ഥയാ ശരിക്കും ദാവീദിന്റെ. പറഞ്ഞത് और ശരിയല്ലേ? അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ലേ? और उसी प्रकार से कि अपन देखा जाए और उस वक्त सोचे, देखो जो परमेश्वर को वचन में जो कहते हैं, अपन और पिता और माँ भी हमें छोड़ दिया है। ആരൊക്കെ മറന്നു കളഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നമ്മെ മറന്നു കളയത്തില്ല. और कोई भी भूल जाए, लेकिन सर्वशक्तिमान परमेश्वर हमें नहीं भूलता है। എല്ലാരും അവനെ മറന്നു കളഞ്ഞപ്പോ സ്തോത്രം, ദൈവം പറയുക, അവനെ ഇങ്ങോട്ട് വിളിക്കാൻ. और उसी वक्त सबको सभी लोग भूल गया, तो जो परमेश्वर के दास के द्वारा परमेश्वर कहते हैं, और उससे यहाँ बुलाओ। സ്വന്തം കുടുംബത്തിൽ 8ാമനായി തള്ളപ്പെട്ടവനെ രാജ്യത്ത് ദൈവം 1ാമനാക്കി ഉയർത്തുവാനിടയായത്. और जिस परिवार में जो सबसे 8वां स्थान पर जो है, और उससे सर्वशक्तिमान परमेश्वर जो प्रथम स्थान दिया है। ചില വീട്ടിൽ അങ്ങനെയാ, കടിഞ്ഞൂൽ പൊട്ടെന്നും പിന്നെ കഴുതാന്നും और कोई परिवार में जो ऐसा कभी बोलते हैं, ये जो बिल्कुल बेवकूफ है या बिल्कुल पागल है, ऐसा कुछ ना कुछ बोलकर उसे दबाने का प्रयास करते हैं। അയ്യോ, രാജസ്ഥാനിലെ കാര്യമല്ല, ഞങ്ങളുടെ കേരളത്തിലെ കണ്ണൂരിലെ കാര്യം ഞാനീ പറഞ്ഞു. और ये राजस्थान के बारे में नहीं बताया, जो कन्नूर में भी कन्नूर का है, और कन्नूर के बारे में बताया। അവസാനം ഉണ്ടല്ലോ, അവസാനം ഈ ചാകാൻ നേരത്ത് 2 തുള്ളി വെള്ളം കൊടുക്കാൻ ഈ പൊട്ടൻ മാത്രമേ കൂടെ ഉണ്ടാവത്തുള്ളൂ. लेकिन अंत में जो मृत्यु के अवसर पर जो पानी अगर पिलाने, तो यही व्यक्ति आपको मिलेगा। അങ്ങനെ പൊട്ടെന്നും മണ്ടെന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെട്ടവൻ, സമൂഹത്തില് വേണ്ടെന്നും പറഞ്ഞ് ഉപയോഗശൂന്യമായി തള്ളിയവരെ ഇന്ന് എനിക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയും, അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. और जो समाज में बिल्कुल जो निकृष्ट अवस्था में जो रहने वाला, और जो पागल अवस्था में रहने वाला, उस परिवार, उन व्यक्ति को सर्वशक्तिमान परमेश्वर प्रथम स्थान दिया, और अच्छे स्थान दिया, और ऊंचा स्थान देकर अनुग्रह किया, बता सकते हैं। പക്ഷേ വി ഹാവ് ടു ബി വെരി ഫെയ്ത്ത്ഫുൾ. നമ്മൾ ഭയങ്കര വിശ്വസ്തരായിരിക്കും. लेकिन हम उस कार्य में विश्वस्त होना चाहिए। ഇയാൾക്ക് നന്നായിട്ട് പാടാൻ അറിയാമായിരുന്നു ദാവീദിന്. പാസ്റ്റർ 5 മിനിറ്റ് കൂടെ. हाँ, और इसको जो उसका जो राग के साथ जो गाने का उनका एक टेस्ट है दाऊद में। മുമ്പിൽ ആടുകൾ മാത്രമേ ഉള്ളെന്ന് കരുതി ഇയാൾ പാടാതിരുന്നില്ല. और जो आगे केवल बकरी है, और उसके साथ वो जो गाना रोका नहीं है, तो भी गाते हैं। ആടുകളുടെ മുന്നിൽ വിശ്വസ്തയോടെ ദൈവത്തെ ഉയർത്തിയവന്റെ പാട്ട് ഇന്ന് ഈ 2024 നമ്മളും ഞായറാഴ്ച പാടിക്കൊണ്ടിരിക്കുക. और उसी प्रकार से जो बकरियों के सामने जो गीत गाए हुआ, उसी गीत को आज भी हम रविवार के दिन सर्वशक्तिमान परमेश्वर के सामने गाते हैं।
നമ്മുടെ വിശ്വസ്തതയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു ദിവസം. और हमारे जो विश्वास को जो मानने वाला सर्वशक्तिमान परमेश्वर है. ഗോലിയാത്ത് മുന്നിൽ വന്നപ്പോൾ ഇയാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. और गोलियत जो उनके सामने जो आए हैं उसी वक्त उनके सामने एक हिम्मत दाऊद के जीवन में हुआ है. ഞാൻ കരടിയെ വലിച്ചു കീറിയിട്ടുണ്ട്, സിംഹത്തെ കീറിയിട്ട്, ഇയാൾക്ക് പറയാൻ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. और उसका इतिहास बोलने के लिए जैसे कभी भालू, कभी शेर, कभी ऐसे जो जानवर के बहुत सारे जो कहानी बोलने का तो है. പക്ഷെ ഇത് കണ്ടവരാരുമില്ല, റെക്കമെൻഡ് ചെയ്യാനും ആരുമില്ല. लेकिन उसको सपोर्ट देने वाला और उनको साथ बताने वाला कोई भी नहीं था. ഇങ്ങനെ ശുശ്രൂഷയെ ആരും റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും, ആരും കണ്ടില്ലെങ്കിലും, കാണാതെ എല്ലാവരും മറന്നു കളഞ്ഞാലും അത് കാണുന്ന ഒരു ദൈവം തക്ക സമയത്ത് നിന്റെ കരം പിടിച്ച് ഉയർത്തുവാനിടയായി. चाहे अपने सेवक, चाहे दो, कोई भी अपन को सपोर्ट नहीं दे, कोई भी अपन को साथ नहीं दे, लेकिन सर्वशक्तिमान परमेश्वर हमें हालेलुया सहायता देगा. ആരും കാണാതെ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചതും, ആരും കാണാതെ കരഞ്ഞതും, ആരും കാണാതെ ഒത്തിരി നിന്ദകളേറ്റതും പരിഹസിക്കപ്പെട്ടതും ഈ ലോകത്ത് ഒരു മനുഷ്യനും കണ്ടില്ലെങ്കിലും, എല്ലാ മനുഷ്യരും കാണാതെ പോയെങ്കിലും അത് കാണുന്ന ഒരു ദൈവം തക്ക സമയത്ത് നിന്റെ കരം പിടിച്ചുയർത്തുവാനിടയായി. और कभी हम घुटने में टेकर प्रार्थना करते हैं, जो कभी अपने सामने निंदा हो जाता है, कभी कष्ट होता है, लेकिन सर्वशक्तिमान परमेश्वर ये सब कुछ देखते हैं और किस अवस्था में हम रहता है. രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ദൈവം ആദരിച്ചു എന്നുള്ളതാണ്. और दूसरा जो बदलाव है और परमपिता परमेश्वर ने मान लिया है. മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ട് നിർത്താം. और तीसरे बात और बताकर मैं समाप्त करना चाहता हूँ. രതീഷ് ഭാഷ മോഹം കണ്ടിട്ട് 1 മണിക്കൂറൂടെ പൊക്കോന്നാ, പക്ഷെ നിർത്തുക, ഞാൻ നിർത്തുക. और रजेश मास्टर का जो चेहरा देखकर ऐसे सोचते हैं और 1 घंटा और निकलेगा क्या, समाप्त करेंगे, अभ्यास कर देंगे. എനിക്ക് ഇടയ്ക്ക് കോള് വരുന്നുണ്ട്, ഡിസ്റ്റർബ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം വായിക്കണ്ട. 18-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, യഹോവ ദാവീദ് ചെന്നെടുത്തൊക്കെയും അവന് ജയം നൽകി എന്ന് കാണുന്നു. Wherever he goes, ദൈവം അവന് ജയം നൽകി. तीसरा जो अनुग्रह जो बताया, जहां भी दाऊद गया है, दाऊद को वहां सफलता हुआ बताया जाता है. നീ പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ചു പോയാലും ദൈവം अगर നിന്റെ अपन കൂടെ सोचेंगे ജയിക്കുക अपन തന്നെ ചെയ്യും. सोचेंगे जो पराजय होगा, लेकिन वहां भी सर्वशक्तिमान परमेश्वर अपना कार्य करेंगे. ഞാൻ അത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് और मैं एक सामान्य तौर पर इस बात को बोलकर समाप्त करना चाहता हूँ. ഞാൻ ഈ +2 ഒരു ഓപ്പൺ സ്കൂളിലാണ് പഠിച്ചത്. कहाँ? +2 ഒരു ഓപ്പൺ സ്കൂളിലാണ് പഠിച്ചത്. और +2 जो ओपन स्कूल में जो पढ़ाई किया है, 3 ദിവസം ക്ലാസ്സും 3 ദിവസം പിന്നെ ലീവും. और 3 दिन जो क्लास रहता है और 3 दिन अवकाश रहते हैं. 3 ദിവസം ക്ലാസ്സിന് പോകും, ബാക്കി 3 ദിവസം പെയിന്റ് അടിക്കാൻ വേണ്ടി പോകും. और 3 दिन जो क्लास में पढ़ने जाता है, उसके बाद 3 दिन जो पेंटिंग के लिए जाते हैं. അങ്ങനെ പെയിന്റ് അടിച്ച് പഠിക്കുന്ന കാര്യത്തിൽ നന്നായിട്ട് ഉഴപ്പി. और जो पेंट करने के कारण से जो पढ़ाई में थोड़ा सा पीछे रह गया. माइक ऑफ हो गया, माइक बंद कर दो. हाँ हाँ ശരി. ഒരു മിനിറ്റ്, എനിക്ക് കോള് വരുന്നുണ്ട്, റിയലി സോറി. ഓക്കെ, 3 ദിവസം ക്ലാസ്സിനും പോകും, 3 ദിവസം പെയിന്റ് അടിക്കാനും പോകും. और 3 दिन जो पढ़ाई करने जाता है और 3 दिन जो पेंट അടിച്ച് പഠിക്കുന്ന കാര്യത്തിൽ അങ്ങ് ഉഴപ്പി. और जो पेंट करते करते जो पढ़ाई के बारे में जो थोड़ा सा आलसी होने लग गया. എനിക്ക് അക്കൗണ്ടന്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. और एक अकाउंटेंट बनने का जो बहुत अच्छा आग्रह था. ഞാൻ ഇങ്ങനെ പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസേഷൻ, മാനുവൽ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ ഒക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അതിന്റെ ഡെഫിനേഷൻ ഒക്കെ പഠിച്ച് അരച്ച് കലക്കി. പക്ഷെ ഒന്നും പറയണ്ട, റെഡി ആയിട്ട് നിൽക്കായിരുന്നു. എക്സാം വന്നു. और इसी प्रयास से जो मैंने बहुत कोशिश किया, बहुत प्रयास किया, लेकिन मैं क्या करूं, कैसे आगे बढ़ूं, जो प्रयास में आ गया. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലോട്ട് കിട്ടിയപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരുന്നു. और जो क्वेश्चन पेपर जो मिला है और उसमें पूरी का पूरी इंग्लिश में था. എനിക്ക് വായിച്ചൊന്നും മനസ്സിലായില്ല. और कुछ भी समझ में नहीं आया. 100 മാർക്കിൽ 33 മാർക്ക് എഴുതി കിട്ടിയെങ്കിലേ ജയിക്കുള്ളൂ. और अगर 100 में से 33 नंबर जो मिलेगा, जब भी पास हो जाएंगे. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഒന്നാമത്തെ രണ്ടാമത്തെ കൂട്ടുകാരോട് ചോദിച്ചു, ആരും പറഞ്ഞു തന്നില്ല. और जैसा मैंने आगे पीछे देख लिया, किसी से पूछा, लेकिन किसी ने भी मुझे उत्तर नहीं बताया.
ആകെ 20 മാർക്കിന്റെ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ സങ്കടത്തോടെ കമന്നങ്ങ് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. और उससे जो 20 नंबर का जो क्वेश्चन में सोल्व करने के बाद दुख के कारण से मैं वहां रोते रोते वहां सो गया है। തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വലിച്ചു കീറി. और जो घर पे आने के बाद उस जो टेक्स्ट पुस्तक था और उसको मैंने फाड़ दिया। ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞു, എനിക്ക് 2 ബ്രഷ് മേടിച്ചു തരുവാണെങ്കിൽ, ബ്രഷ് അല്ല ഈ ബ്രഷ്, പെയിന്റിംഗ് ബ്രഷ് മേടിച്ചു തരുവാണെങ്കിൽ ഞാൻ നല്ലൊരു പെയിന്റർ ആയിക്കോളാന്ന് പറഞ്ഞു. और जब घर पे आके मम्मी से ये बात किया, अगर मुझे अच्छा पेंटिंग करने ब्रश अगर ला के देगा तो मैं अच्छे तरह पेंटिंग करने का प्रयास करूंगा। എന്റെ ലൈഫിനെ കുറിച്ചുള്ള മാക്സിമം എക്സ്പെക്ടേഷൻ ഒരു പെയിന്റർ ആവുക എന്നുള്ളതായിരുന്നു. और उसके पास्टर के जो मन के अंदर जो एक इच्छा था, जो सबसे ज्यादा जो प्रत्याशा था, मुझे एक पेंटर बनना है। ആ മമ്മി പറഞ്ഞു, മോനെ നീ തോക്കത്തില്ല, നീ ജയിക്കുമെന്ന് പറഞ്ഞു. और मम्मी ने कहा बेटा तुम हारेगे नहीं है, तुम जरूर जीतेंगे। മമ്മിയോട് പോകാൻ പറഞ്ഞു അടുത്ത റൂമിലോട്ട്. और मम्मी से कहा तुम दूसरे कमरे में चला जाओ। ഞാൻ പറഞ്ഞു, ഞാൻ ജയിക്കണമെങ്കിൽ എന്റെ അപ്പം വന്ന് പേപ്പർ നോക്കണം എന്ന് പറഞ്ഞു. और मैंने जो कहा यदि मैं पास होना तो मेरे पापा आकर अगर कॉपी चेक करने जब भी होएंगे। അമ്മ സങ്കടത്തോടെ അപ്പുറത്തെ റൂമിലോട്ട് പോയി. और उससे दुख के साथ मैं दूसरे कमरे में चला गया। ആ പാതി രാത്രി ആയപ്പം ഒരു കരച്ചിലിന്റെ സൗണ്ട് കേട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. और जो आधी रात में जो रोने की आवाज के कारण से मुझे नींद नहीं आ पाए। എന്റെ അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്റെ കുഞ്ഞു തോക്കരുത് എന്ന്. और पास्टर के जो मम्मी वहां रोते रोते प्रार्थना कर रहे और मेरे बेटा हारना नहीं है। റിസൾട്ട് വന്നപ്പം 13 പേരിൽ 7 പേരോ 8 പേരോ അക്കൗണ്ടൻസിക്ക് തോറ്റു. और जो रिजल्ट आए तो उसमें 7 या 8 लोग और जो फेल हो गया या पराजय हो गया पता लग गया। എന്റെ പപ്പയാണോ നോക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 33 മാർക്ക് വാങ്ങി ഞാൻ ആ പരീക്ഷയ്ക്ക് പാസ്സായി. और पता नहीं मेरे पापा ने चेक किया कुछ पता नहीं, लेकिन 33 नंबर लेकर मैं पास हो गया। प्रेज द लॉर्ड। കരയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ കുഞ്ഞ് നോക്കാൻ ദൈവം അനുവദിക്കത്തില്ല. अगर रोने वाला माता पिता है तो मान लेना अपने बच्चे कभी पराजय नहीं होगा। കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുന്ന സമയം ഒരിക്കലും വൃഥാവായി തീരത്തില്ല. അവർ ജീവിതത്തിൽ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. और बच्चे के लिए अगर घुटने में टेक प्रार्थना करने वाले को परमेश्वर कभी निंदित नहीं करेगा और उसके बच्चों का अनुग्रह हमेशा होगा। നമ്മുടെ ജീവിതം പരാജയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. और हमारा जीवन पराजय होने का परमेश्वर नहीं चाहते हैं। ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. और दाऊद जहां भी गया वह सब जगह पे उसको सफलता दिया है। ദാവീദിനു വേണ്ടി കർത്താവ് അത്രയും ചെയ്തെങ്കിൽ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത നമ്മെ എത്രയധികം ദൈവം സ്നേഹിക്കുന്നുണ്ട്. और दाऊद के लिए इस प्रकार से किया तो जो अपने गुण के द्वारा प्रभु हमें कितना अनुग्रह करते हैं और कितना सफलता लाने का प्रयास करते हैं। നമ്മുടെ നിരാശകളെ കർത്താവ് മാറ്റി. अपने निराशा को परमेश्वर दूर करेगा। നമ്മുടെ അവഗണനകളെ കർത്താവ് മാറ്റും. और अपने निंदा को परमेश्वर बदल देंगे। നമ്മുടെ പരാജയങ്ങളെ കർത്താവ് മാറ്റും. और अपने पराजय को परमेश्वर परिवर्तन करेंगे। പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി. लेकिन एक काम अपन को करना है। ദാവീദ് ചെയ്തതുപോലെ दाऊद ने जिस प्रकार से किया है ദൈവത്തിനു വേണ്ടി ഒരു സ്ഥലം കൊടുക്കണം. और परमेश्वर के लिए एक जगह देना है। യേശു പറഞ്ഞു, प्रभु ने कहा ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. मैं दरवाजे पर आकर खटखटाता हूँ। ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ കൂടെ ഇരിക്കും. और कोई भी मेरी आवाज सुनकर दरवाजा खोलेगा मैं उनके साथ रहूंगा। കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. आइए हम प्रार्थना करें, अपने आंखों को बंद करें। എന്ന് കേട്ട എല്ലാ ദൈവത്തിന്റെ വചനവും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. और आज जो सुना हुआ सारे वचन पर अपने जीवन में एक अनुग्रह का विषय बनना चाहिए, मैं इसलिए प्रार्थना करना चाहता हूँ। യഥാർത്ഥമായിട്ട് ഒരു സ്ഥലം ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കട്ടെ. यदि हम वास्तव में अगर परमेश्वर के लिए अपने हृदय को हमें वास करने के लिए नहीं दिया तो आज हम वास करने का दिन बनने दो। വ്യക്തിപരമായി നമ്മിൽ ഒരു ഉണർവ് സംഭവിക്കണം. और व्यक्तिगत रीति से अपने जीवन में एक जागृत पैदा होना चाहिए। നമ്മുടെ കുടുംബത്തിൽ ഉണർവ് സംഭവിക്കണം. और हमारे परिवार में जागृत होना चाहिए। നമ്മുടെ സഭയിൽ ഉണർവ് സംഭവിക്കണം. और हमारे कलीसिया में समृद्ध होना चाहिए। ആ ഉണർവ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുവാനിടയായി. और उस जागृत हम आगे
फैल जाएंगे। അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക എന്നുള്ളതാണ്. और उसका जो पहला सीढ़ी है जो हम प्रभु के लिए अपने हृदय को देना है, അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. और उसके लिए प्रभु आपको मदद करने दो। കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. और परमेश्वर सबको अनुग्रह करे। प्रेज പിന്നെ द लॉर्ड, കാണാം. May God bless you. हमें प्रेज द लॉर्ड, सबको परमेश्वर अनुग्रह करे। प्रेज द लॉर्ड। परमेश्वर हम सभी को सहायता करें। अभी हम प्रार्थना करेंगे हमारे मध्य में। हालेलुया, प्रेज द लॉर्ड। अलेक्सिया रोस सिस्टर है तो प्रार्थना करें। अलेक्सिया सिस्टर उन्हें प्रार्थिकन। ठीक है, वो माइक ऑन नहीं कर रहे हैं अभी। जैनसी छोटी सी प्रेयर करें, जोर के पास आशीर्वाद बोले। हालेलुया। धन्यवाद 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 प्रभु, हमारे सर्वशक्तिमान प्रेम दयाल अनुग्रहकारी परमेश्वर, हम आपको धन्यवाद करते राजा। आज आज उनके लिए धन्यवाद प्रभु परमेश्वर। इसी मीटिंग में हालेलुया हम मिलकर हालेलुया आपको स्तुति और धन्यवाद करने के लिए आपने मदद किया, इसलिए धन्यवाद करते हैं प्रभु परमेश्वर। हालेलुया वचन बोला आपका दास को हालेलुया आपका हाथ में देते प्रभु, आप आशीष किया राजा। आज के दिन के प्रभु परमेश्वर आशीष देते प्रभु हालेलुया। हमारे सिर को ऊंचा उठाने वाला प्रभु है प्रभु परमेश्वर, इसलिए आपको धन्यवाद करते हैं। पास्टर परिवार के लिए धन्यवाद करते हैं प्रभु, परिवार को आशीष और अनुग्रह करना, उनकी सारे जरूरतों को पूरा करना प्रभु, उनकी हालेलुया सेवकाई में आगे बढ़ा दे प्रभु परमेश्वर हालेलुया। और प्रभु हालेलुया वापस हालेलुया आपके नाम में हालेलुया एक मन होकर प्रार्थना करने के लिए हमें मदद करे राजा। आज हमारे इसी हालेलुया डिवाइस में कितने लोग हैं प्रभु, सबके साथ होना प्रभु हालेलुया। विशेष जॉर्ज पास्ट के लिए धन्यवाद प्रभु परमेश्वर हालेलुया। प्रभु परमेश्वर हालेलुया प्रभु आमीन। परमपिता परमेश्वर का प्रेम, प्रभु यीशु मसीह की दया, पवित्र आत्मा के सहभागिता हमारे साथ, हमारे सारे संतों के साथ प्रभु यीशु मसीह के दूसरे आगमन तक हमेशा हमेशा होते रहे। आमीन। सबको जय मसीह की। कल का मीटिंग अनाउंसमेंट करता हूँ मैं। सभी को जय मसीह। कल का मीटिंग अनाउंसमेंट करता हूँ पास्टर प्रदीप पालक्काड से। पास्टर प्रदीप निर्मारा एक गेस्ट पास्टर है। कल आप सब उपस्थित रहे। जॉर्ज पास्टर आप और ट्रांसलेशन के लिए रेडी रहे। शायद इंग्लिश से हिंदी हो सकता है, मलयालम से हिंदी हो सकता है। सभी को जय मसीह। जय मसीह। पास्टर के लिए हम धन्यवाद देते हैं। परमेश्वर आपका आशीर्वाद। आमीन।